ഒരിക്കൽ കൂടി സ്വാഗതം. 10th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഗ്യാസ് ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് തിയറികളാണ്. അപ്പൊ അതിൽ ആദ്യം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. നമ്മൾ ഈ പിസ്റ്റൺ റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബലൂണിന്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും അല്ലെ. അതുപോലെ അതായത് പിസ്റ്റൺ ബാക്കിലോട്ട് വലിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും ഉള്ളിലോട്ട് നീക്കിയപ്പോഴത്തേക്ക് സൈസ് ഡിക്രീസ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഫിഗറിൽ. അടുത്തത് ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ 10 ലിറ്റർ വോളിയം 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ വോളിയം വരുന്നത് 10 ലിറ്റർ ആണ്. ആൻഡ് പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോൾ 4 ലിറ്ററിലോട്ട് മാറ്റിയപ്പോൾ അതിന്റെ വോളിയം എത്രയായിട്ട് കുറഞ്ഞു? 5 ലിറ്റർ ആയിട്ട് കുറഞ്ഞു. എഗെയിൻ നമ്മൾ പ്രഷർ കൂട്ടിയപ്പോഴത്തേക്ക് അതിന്റെ വോളിയം 2 ലിറ്റർ ആയിട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാവും? പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയുന്നു അല്ലെ. അല്ലെങ്കിൽ വോളിയം എന്തിനനുസരിച്ച് കുറയുന്നു വരുന്നു? പ്രഷറിനനുസരിച്ചിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് റോബർട്ട് ബോയില്. 1662 ഈ റിലേഷൻ അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ റിലേഷൻ അനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചറിന് ഒരു റോളും ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ റിലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ഈ റിലേഷൻ at constant temperature the volume of a fixed mass of a gas is inversely proportional to its pressure. ഓക്കെ, വോളിയം എന്ന് പറയുന്നത് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒന്ന് കൂടുമ്പോൾ അടുത്തത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p. ആൻഡ് നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ പി വി ഈസ് ഈക്വൽ ടു കെ കോൺസ്റ്റന്റ്. ആൻഡ് ഫൈനലി നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഒരു വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസസ് V1, പ്രഷർ P1 ആൻഡ് V2 ആൻഡ് പ്രഷർ P2 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? P1 V1 is equal to P2 V2 എന്നതിലോട്ട് ഇക്വേഷൻ മാറും. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കൊരു റിലേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു ലോ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണാൻ പറ്റും. The size of weather balloons goes on increasing as they rise above the sea level. സീ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ വെതർ ബലൂൺസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് വോളിയം കൂടുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ലെവലിന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് പ്രഷർ കുറവാണ്. ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് അക്വേറിയത്തിന്റെ കേസ് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ചെറിയ ബബിൾസ് മുകളിലോട്ട് വരുന്നതനുസരിച്ച് ബബിൾസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെയും റീസൺ ഈ സർഫസിലുള്ള പ്രഷർ മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം? വോളിയം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ, ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് പ്രഷർ 1 atmosphere pressure is 44 liter. If the pressure increase to 4 atmospheric, what will be its volume? അപ്പൊ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഒരു ഗ്യാസിന്റെ പ്രഷർ P1 എന്ന് പറയുന്ന 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്ന സമയത്ത് അതിന്റെ വോളിയം എന്ന് പറയുന്ന 44 ലിറ്റർ ആയിരുന്നു. ആൻഡ് P2 എന്ന് പറയുന്നത്, അതായത് പ്രഷർ ഒരു 4 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലോട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വോളിയം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. അക്കോർഡിംഗ് ടു വൂൾസ് ലോ ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 is equal to P2 V2. ആൻഡ് നമുക്ക് വേണ്ടത് V2 ആണ്. സോ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. V2 എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന P2 ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. സോ V2 is equal to P1 V1 by P2. ഇതെല്ലാം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1 into 44 divided by 4 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അനുസരിച്ച് അപ്ലൈ ചെയ്യുക. ദെൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 11 ലിറ്റർ ആയിരിക്കും. 4 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലോട്ട് മാറുമ്പോൾ അതിന്റെ വോളിയം വരാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഇതിനൊരു സ്മോൾ ഹോളിൽ കൂടെ നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു എംറ്റി ബോട്ടിലിനകത്ത് അതിലൊരു ചെറിയ ഡ്രോപ്പ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ബോട്ടില് കൈവച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഉള്ള കണ്ടെയ്നറിനകത്ത് നമ്മൾ ഇത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ ഒരു ഇങ്കിന്റെ വോളിയം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ആ ടെമ്പറേച്ചർ മാറുമ്പോൾ അത് കുറയുന്നതായിട്ടും കാണാൻ പറ്റും. അത് നമുക്ക് മനസ്സിലാക്കുന്നത്
when temperature of the gas increases, the ink rises up refill, and when temperature decreases, it comes down. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് കൂടുന്നേടാ പറഞ്ഞത്? വോളിയം. ടെമ്പറേച്ചർ കൂടുമ്പോ ആര് കൂടുന്നുണ്ട്? വോളിയം. ആൻഡ് ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ചാൾസ്. ഓക്കെ, സോ അദ്ദേഹം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആ ഒരു ലോയ്ക്ക് പറയുന്ന പേര് ചാൾസ് ലോ എന്നാണ് കേട്ടോ. ചാൾസ് ലോ. സോ എന്താണ് ഈ ലോ എന്ന് പറഞ്ഞാൽ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ദിസ് ഈസ് ചാൾസ് ലോ. അപ്പൊ എന്താണ് ചാൾസ് ലോ? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. എഗെയിൻ നമുക്ക് ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യാം. വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടി നമ്മളൊന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാണെങ്കിൽ അത് ഡിവൈഡ് ആയിട്ട് മാറും. സോ ഇക്വേഷൻ ബിക്കം വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഇക്വേഷൻസ് V1, V2, T1, T2 വരുവാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? V1 by T1 is equal to V2 by T2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് 150 ലിറ്റർ അറ്റ് 227 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്? അപ്പൊ നമ്മൾ ഇവിടെ ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് കിടക്കുന്നതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലോട്ടാക്കി മാറ്റണം, അതായത് കെൽവിൻ സ്കെയിലോട്ടാക്കി മാറ്റണം. ആൻഡ് 0. അപ്പം നമുക്ക് ആദ്യത്തെ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ വോളിയം നമുക്ക് ഇവിടെ കൊടുക്കാം. V1 എന്ന് പറയുന്ന 150 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് T1 എന്ന് പറയുന്നത് ഈക്വൽ ടു 27 ആണ്. 27 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ 273 ആഡ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് കിട്ടുന്നത് 300 കെൽവിൻ ആയിരിക്കും. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ഇനി രണ്ടാമത്തെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലോട്ട് മാറ്റാൻ അഗെയിൻ 273 ആഡ് ചെയ്യുക. നിങ്ങൾക്ക് 273 കെൽവിൻ ആയിരിക്കും കിട്ടുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V2 ആണ്. സോ എന്താണ് നമ്മുടെ ഇക്വേഷൻ? V1 by T1 is equal to V2 by T2. ഓക്കെ, നമുക്ക് V2 ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ അത് മൾട്ടിപ്ലൈ ആയി മാറും. സോ V2 is equal to V1 T2 by T1 ആണ്. ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക. 150 into 273 ഡിവൈഡഡ് ബൈ 300. ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ 136.5 ലിറ്റർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ചാൾസ് ലോ ഇൻ എവറിഡേ. During summer, vehicle tires are filled with air at lower pressure, and liquid ammonia substance quickly change from liquid to gas. Liquid gas എന്ന് മാറുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണല്ലേ സബ്ലിമേഷൻ. ആൻഡ് ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഈ ഒരു കണ്ടെയ്നർ ലിക്വിഡ് അമോണിയ നമ്മൾ കോൾഡ് വാട്ടറിൽ സൂക്ഷിക്കുന്നതിന്റെ കാരണം ഈ ചാൾസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത് അവഗാഡ്രോ ലോ ആണ്. അവഗാഡ്രോ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ആണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. ആൻഡ് ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു എന്നുള്ളത്. ഇനി അടുത്തത് അവഗാഡ്രോ ലോ. അവഗാഡ്രോ ലോ എന്ന് പറയുന്നത് വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് എന്തായാലും അറിയാം, നമ്മളൊരു കണ്ടെയ്നറിനകത്തൊരു 10 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുന്നതും ഒരു 50 എടുക്കുന്നതും എന്തായാലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയം കൂടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് അവഗാഡ്രോ ലോ? At constant temperature and pressure, the volume of a gas is directly proportional to the number of molecules. This is called Avogadro law. V is directly proportional to N. And the example, inflating balloons and filling air in food bowls. Okay. ഈ ലോസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ ആദ്യത്തെ ലോ ഏതായിരുന്നു? ബോയിൽസ് ലോ. ദാറ്റ് ഇസ് V is inversely proportional to P. ആൻഡ് ചാൾസ് ലോ V is directly proportional to T. അപ്പോൾ ഇതിന്റെ വോളിയം നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ T. സോ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇത് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. PV ആൻഡ് T താഴോട്ട് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു K. ഫൈനലി നമുക്ക് ഡിഫറെന്റ് പ്രഷർ P1, V1, T1, P2, V2, T2 വരുവാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് P1, V1 by T1 that is equal to P2, V2 by T2. ആൻഡ് ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? P1, V1 divided by T1 that is equal to P2, V2 by T2.
ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യത്തെ പ്രഷർ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് P1 is equal to 1 and temperature is equal to 300 Kelvin. ആദ്യത്തെ V1 T1 ആണ്. V1 എന്ന് പറയുന്നത് എത്രയാണ്? 30. എഗെയിൻ രണ്ടാമത്തെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് T2 273. പ്രഷർ തന്നിട്ടുണ്ട് P2 is equal to 0.5. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് V2 ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. P1 V1 by T1 is equal to P2 V2 by T2. ഇത് മുകളിലോട്ടും P2 താഴോട്ടും വരും. P1 V1 T2 by T1 P2. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ വരുന്നത് ഇവിടെ കാണാൻ പറ്റും. 30 into 273 by 300 into 3.5 54.6 ലിറ്റേഴ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ,